എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ മെസ്സേജ് എന്താണെന്ന് നോക്കാം. നമ്മൾ 3 കാർഡ്സാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ 2 മെസ്സേജായിട്ടാണ് ഇന്ന് മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ ആദ്യം കാർഡ് വന്നിരിക്കുന്നത് കോൺഫ്ലിക്റ്റഡ് ആണ്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മെസ്സേജ് നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് വരാനുള്ള ഒരു അമാന്തം കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി 2 എക്സ്ട്രീമിലായിട്ടുള്ള സിറ്റുവേഷനാണ് കാണിക്കുന്നത്. ചിലപ്പോൾ പെട്ടെന്ന് എടി പിടി എന്നൊക്കെ വേണമെന്നുള്ള ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അതേസമയം തന്നെ കുറച്ച് പേർക്ക് ഇതൊരു വേറെ ചോയ്സ് ഉള്ള വ്യക്തികളാണ് നിങ്ങളുടെ വ്യക്തികൾ. അതായത് നിങ്ങളിപ്പോൾ ഒരു ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് അതേപോലെ തന്നെ ഇഷ്ടവും സ്നേഹവും ഒക്കെ തോന്നുന്ന വേറെ ആൾക്കാരും അവരുടെ ലൈഫിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഏത് ചോയ്സ് എടുക്കണം അല്ലെങ്കിൽ ആര് സ്നേഹിക്കണം അങ്ങനെ ഒരു കൺഫ്യൂഷനിലാണ് നിങ്ങളുടെ വ്യക്തി ഇരിക്കുന്നത്. അതാണ് ഒന്നാമത്തെ മെസ്സേജ്. സെക്കൻഡ് കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡ്യൂഷൻസ് വളരെ നിങ്ങളുടെ സ്ട്രോങ് ആണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് വരുന്ന ആ തോന്നലുകൾ അത് പലപ്പോഴും ശരിയായിരിക്കും. പ്രത്യേകിച്ചും നിങ്ങളുടെ സ്നേഹം, ഇഷ്ടം, പ്രണയം അതിലൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന ഇൻഡ്യൂഷൻ സ്ട്രോങ് ആണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. തേർഡ് മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക്, അതായത് ഒരിക്കൽ നിങ്ങളുടെ ഇഷ്ടവും പ്രണയവും ഒക്കെ തുറന്നു പറഞ്ഞതിന് ശേഷം വിവാഹത്തിലേക്ക് എത്തുന്ന അതല്ലെങ്കിൽ അങ്ങനെ കുറച്ചും കൂടെ ഒന്ന് മുന്നോട്ട് പോകുന്ന ആ ഒരു സമയത്ത് നിങ്ങളെ മാത്രമേ നിങ്ങളുടെ വ്യക്തി സ്നേഹിക്കുകയുള്ളൂ. പക്ഷെ അതിന് നിങ്ങൾക്ക് കുറേ കടമ്പകൾ കടന്നു പോകാനുണ്ട്, കുറേ സിറ്റുവേഷൻസ് കടന്നു പോകാനുണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ എടുത്ത് ചാടിയിട്ടുള്ള ഡിസിഷൻ എടുക്കരുത്. കുറച്ച് ആലോചിച്ചിട്ട് വേണം നിങ്ങളുടെ ലൈഫിലെ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമ്മൾ വേറെ ഒരു തരത്തിൽ, അതായത് ഇതിപ്പോൾ സെപ്പറേറ്റ് മെസ്സേജസ് ആയിട്ട് വേണം വായിക്കാം, ഒരുമിച്ചിട്ടും വായിക്കാം. സെപ്പറേറ്റ് ആയിട്ടുള്ള മെസ്സേജ് ആണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കോൺഫ്ലിക്ട്സ് ഒക്കെ വന്ന് നിങ്ങളുടെ പ്രണയം വീട്ടുകാരെ അറിയുകയും എന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയോടുള്ള സ്നേഹം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോയി വിവാഹത്തിലേക്ക് എത്തുന്ന ഒരു മെസ്സേജും കൂടിയുണ്ട്. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിന് കാർഡ്സ് സെയിം ആണെങ്കിലും 2 മെസ്സേജാണ് മെഡിറ്റേറ്റ് ചെയ്തപ്പോൾ മനസ്സിലേക്ക് വന്നത്. 2 മെസ്സേജ് ഉണ്ട്. അപ്പോൾ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മെസ്സേജിൽ നിങ്ങൾ സൂക്ഷിക്കേണ്ടതായിട്ടാണ് പറയുന്നത്. സെക്കൻഡ് മെസ്സേജിൽ നിങ്ങൾക്കൊരു വിക്ടറി, നിങ്ങളുടെ പ്രണയത്തിൽ ഒരു വിക്ടറിയാണ് കാണുന്നത്. എല്ലാവർക്കും ഇന്നത്തെ മെസ്സേജ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും പുതിയ ഒരു മെസ്സേജുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.